ഹലോ, ഇന്നത്തെ ദിവസം പവി കെയർടേക്കർ എന്ന സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ദിലീപ് വരുന്നു എന്ന് സങ്കല്പിച്ച് പ്രസ് മീറ്റിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കാൻ ബിഗ് ബോസ് ഹൗസിലെ അംഗങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയതിന് ശേഷം അവിടെ അടിയും തുടങ്ങി. കിച്ചൺ ടീമിലാണ് ഇത്തവണ അടി. കിച്ചൺ ടീമിൽ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് അൻസിബയുടെ ടീമിലുള്ള രണ്ടുപേരാണ് ജിൻഡോയും ജാസ്മിനും. രണ്ടും ഒന്നിനൊന്ന് വെച്ചാണ്. സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ജിൻഡോ എന്തെങ്കിലും കാര്യം ചെയ്യൂ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടൂ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കൂ. സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി എന്ത് പരിപാടിയും ജിൻഡോ ചെയ്യും. ജാസ്മിനും ഒട്ടും മോശമല്ല. ജിൻഡോയ്ക്ക് പണി ചെയ്യാൻ മടിയാണ്, ജാസ്മിനും പണി ചെയ്യാൻ മടിയാണ്. ആ പണി ചെയ്യുന്നതിൽ എന്തെങ്കിലും ഗുണമുണ്ട്, എന്തെങ്കിലും ടാസ്ക് ഒക്കെ ആണെങ്കിൽ അവിടെ വിസിബിലിറ്റി കിട്ടും എന്നറിയുമ്പോൾ രണ്ടുപേരും ചാടി ഇറങ്ങി പുറപ്പെടും. കിച്ചൺ ഡ്യൂട്ടിയിൽ അങ്ങനെ വിസിബിലിറ്റി ഒന്നും കിട്ടത്തില്ല. കുക്ക് ചെയ്ത് പദം വരും എന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അല്ലെങ്കിൽ ഇവരെയൊക്കെ ഊട്ടി അവിടെയൊക്കെ വയറ് നിറച്ചിട്ട് നമുക്കെന്ത് കിട്ടാനാ എന്ന ഭാവത്തിലാണ് ജിൻഡോയും ജാസ്മിനും. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കിച്ചണിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല. ജിൻഡോ ഒട്ടും തിരിഞ്ഞു നോക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജാസ്മിൻ ഈ അൻസിബ പറയുന്ന ചില കാര്യങ്ങൾ, ചില കറിക്കരിയലും പരിപാടികളും ചെയ്തു കൊടുത്തിട്ട് നേരെ പോവും ഗബ്രിയുടെ ക്ലാരിറ്റി ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഈ ക്ലാരിറ്റി കുറെ ദിവസമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കിച്ചണിലേക്ക് കയറുന്ന നമ്മൾ കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് അസുഖം എന്നുള്ള എക്സ്ക്യൂസ് അല്ലെങ്കിൽ അസുഖം മൂലം മാറി നിൽക്കുകയാണെന്നു. അസുഖം ഇല്ലെങ്കിലും ജാസ്മിൻ അങ്ങോട്ട് പോകാറില്ല. എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ പറയണേ എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയിരിക്കും. അതാണ് ജാസ്മിന്റെ പണി. എങ്കിൽ പിന്നെ പണി ഉണ്ടെങ്കിൽ പറയേണ്ട കാര്യം എന്താണ്? ആ കുക്കിംഗ് തന്നെ അങ്ങ് ചെയ്തുകൂടെ? എപ്പോഴും അൻസിബ നിന്ന് കറക്കുന്നതും ഇളക്കുന്നതും ഒക്കെ കാണാം. ആ പണി അങ്ങ് ചെയ്തുകൂടെ? ഒരല്പമെങ്കിലും ആത്മാർത്ഥത വേണ്ടേ കൂടുതലുള്ളവരോട്? ഒരല്പമെങ്കിലും ടീം സ്പിരിറ്റ് വേണ്ടേ? ഒരല്പമെങ്കിലും മറ്റുള്ളവരോട് ഒരു കരുണയോ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ സഹായിക്കണോ എന്നൊരു തോന്നലോ വേണ്ടേ? അല്ലാതെ എപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞ് കളിച്ചാൽ, അല്ലെങ്കിൽ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞ് നടന്നാൽ ആരും ഉണ്ടാവില്ല സപ്പോർട്ടിന്. ഓഫ് കോഴ്സ് ജാസ്മിൻ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ജെന്യുവിനായിട്ട് ഇടപെടുന്നതും കണ്ടിട്ടുണ്ട്. അതും അഭിനയമായിരിക്കാം, വാട്ടവർ. ഇടപെടുന്നതും കണ്ടിട്ടുണ്ട്. നോറയ്ക്ക് വേണ്ടി പോലും വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ടീം ക്യാപ്റ്റനായിരുന്നപ്പോൾ മധ്യസ്ഥത വഹിക്കുന്നതും കണ്ടിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലും ജാസ്മിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ കിച്ചൺ ടീമിന്റെ കാര്യം വരുമ്പോൾ ജാസ്മിൻ ഒരു തോൽവി തന്നെയാണ്. അത് ഇവർ സത്യസന്ധമായിട്ട് ജാസ്മിനോട് പറഞ്ഞപ്പോൾ ജാസ്മിൻ അവിടെ എല്ലാം ചാടിക്കയറി കടിക്കുകയാണ്. ജാസ്മിന് പിന്നെ ഒരു 100 പേരെതിരെ വന്നാലും ജാസ്മിൻ ഒറ്റയ്ക്ക് നടിച്ചോളും. ആ രീതിയിലുള്ള നാക്കാണ്, ആ രീതിയിലുള്ള വാക്ചാതുര്യം എന്ന് നമ്മൾ പറയുന്ന സംഭവമാണ് ജാസ്മിനുള്ളത്. എന്തായാലും സിനിമാ നടൻ ദിലീപ് വന്നു. ഇവരെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചു. അതിന്റെ വളരെ എഡിറ്റഡ് വേർഷനാണ് നമ്മളുടെ എപ്പിസോഡിൽ കണ്ടത്. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പ്രസ് മീറ്റിംഗ് പോലെയായിരുന്നു. അതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ, 2-3 ക്വസ്റ്റ്യൻസ് മാത്രമേ എപ്പിസോഡിൽ കാണിച്ചുള്ളൂ. അതിൽ ഏറ്റവും രസമായിട്ട് എനിക്ക് തോന്നിയ ചോദ്യം ജിൻഡപ്പൻ്റെതാണ്. ജിൻഡപ്പൻ ചോദിച്ചത്, ഈ സിനിമ 200-300 ദിവസം കളിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ദിലീപും രാധിക ശരത് കുമാറുമായിട്ടുള്ള കെമിസ്ട്രി എങ്ങനെയായിരുന്നു എന്ന കാര്യമാണ് ജിൻഡപ്പൻ ചോദിച്ചത്. അവിടെ ജിൻഡപ്പൻ ദിലീപിനെ ഒന്ന് മസ്ക അടിക്കാൻ, ഒന്ന് സോപ്പിടാൻ, ഒന്ന് സുഖിപ്പിക്കാൻ നോക്കിയാണ്. ഇത്തിരി ഓവറായില്ലേ എന്നാണ് എൻ്റെ സംശയം. 200-300 ദിവസമൊക്കെ ഏത് സിനിമ ഈ കാലത്ത് തിയേറ്ററിൽ കളിക്കാനാണ്? അത് പണ്ട് കാലത്തായിരുന്നു. അന്ന് A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് തിയേറ്ററുകൾ ഉണ്ടായിരുന്നു. തിയേറ്ററുകളുടെ എണ്ണം കുറവായിരുന്നു. ഇപ്പോൾ ഒരു മൾട്ടിപ്ലക്സിൽ തന്നെ 7-8 സ്ക്രീൻസ് ഉണ്ട്. അഥവാ അത്ര നല്ല സിനിമയാണ്, അത്രയും കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അത്രയും ഷോ വരും, അത്രയും സ്ക്രീൻസ് അതിന് കിട്ടും. അപ്പൊ തന്നെ 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ കാണേണ്ടവരെല്ലാം കണ്ടിരിക്കും. അല്ലാതെ ഒരു മാസം തന്നെ ഒരു സിനിമ ഓടുന്നത് വലിയ സംഭവമാണ്. ആ ഒരു മാസം ഓടുകയാൽ തന്നെ അതിന് 200-300 കോടി രൂപ കളക്ഷൻ കിട്ടും. അപ്പോ 200 ദിവസം 300 ദിവസം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കൂടുതൽ സൂചിപ്പിച്ചു. അത് ദിലീപിന് മനസ്സിലായിട്ടുണ്ടാകും. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖത്തത് കണ്ടില്ല. അദ്ദേഹം ഇതേപോലെ എത്ര എണ്ണത്തെ കണ്ടിട്ട് വന്നതാണ്. അദ്ദേഹം കുറഞ്ഞ പുള്ളിയൊന്നും അല്ലല്ലോ. എന്തായാലും ആ പ്രസ് മീറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ജയിൽ നോമിനേഷൻ വന്നു. പവർ ടീം സെലക്ട് ചെയ്തത് ജിൻഡപ്പനെയാണ്. നമ്മൾ ഏറെക്കുറെ പ്രതീക്ഷിക്കുന്നവരെ തന്നെയാണ് ഇവർ സെലക്ട് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. ആ പവർ ചലഞ്ചിലുള്ള ജിൻഡപ്പന്റെ പെരുമാറ്റം, മറ്റ് ചില ക്രൂരകൃത്യങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്താണ് ജിൻഡപ്പനെ ജയിലിലേക്ക് അയക്കുന്നത്. കൂട്ടിന് ജാസ്മിനെ അയക്കുകയാണ്. അവിടെയാണ് കളി വന്നത്. ജാസ്മിനെ എല്ലാവരും ഏറെക്കുറെ കോമൺ ആയിട്ട് തന്നെ നോമിനേറ്റ് ചെയ്തു. ഈ കിച്ചൺ ടാസ്കിന്റെ കാര്യവും കിച്ചണിൽ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞാണ് നോമിനേറ്റ് ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒട്ടും വിസിബിൾ അല്ലാത്ത ചിലരുണ്ട് അവിടെ. ഒട്ടും ആക്റ്റീവ് അല്ലെന്ന് നമുക്ക് തോന്നുന്ന ചിലർ, അവരെയാണ് ജയിലിലേക്ക് അയക്കേണ്ടത്. അവരെ ആയിരുന്നു ജയിലിലേക്ക് അയക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് ആ പേരിലെങ്കിലും പ്രേക്ഷകർ അവരവിടെ ഉണ്ട് എന്ന് തിരിച്ചറിയും. അവരവിടെ ഉണ്ടെന്ന് അവർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റും, ഒന്നും ചെയ്യാതെ തന്നെ. അവിടെ നോമിനേഷനിൽ പേര് വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരാളും ആ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടല്ലേ എന്ന് നമുക്ക് തോന്നും. കാരണം അവരെ പലരെയും, ഇപ്പം അഭിഷേക് കെ ആണെങ്കിലും, അഭിഷേക് കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന കാണാം, പലതിലും ആക്റ്റീവായിട്ട് ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടില്ല.
അഭിഷേക് ശ്രീകുമാർ പോലും ഇപ്പോൾ പിന്നോക്ക് വലിഞ്ഞ ഒരു അവസ്ഥയിലാണ്. അപ്പം ഇങ്ങനെയുള്ളവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഈ ജയിൽ നോമിനേഷന് സാധിക്കും. എന്തായാലും നല്ലൊരു ജോഡി, നല്ലൊരു കോമ്പിനേഷനാണ് ജയിലിലേക്ക് അയച്ചത്. ജിൻഡോ ജാസ്മിൻ, ജിജാസ്, മുമ്പത്തെ ജിൻജാൻ പോലെ ഇപ്പോൾ ജിൻ ജാസ്, അവരെ ആണ് അയച്ചത്. ജിൻഡപ്പൻ എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയാണ് ജയിലിലേക്ക് പോയത്. അടി ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറെടുത്ത് തന്നെ പോയത്. കാരണം ജയിൽ നോമിനേഷൻ കിട്ടിയതാണ്, അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമല്ലോ. അവിടെ മാക്സിമം തന്റെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കണം. അവിടെ ചെന്ന് ഒന്നും രണ്ടും പറഞ്ഞ് ജാസ്മിനുമായിട്ട് അടിയായി. വേറൊന്നുമല്ല കാര്യം, ജാസ്മിൻ അവിടെ കിടക്കാനുള്ള സ്ഥലം കിട്ടിയില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത്. ഞാൻ ആദ്യമേ വന്ന് ബുക്ക് ചെയ്തതാണ് ഈ ഏരിയ, ആദ്യമേ ഞാൻ പറഞ്ഞതാണ് ഞാൻ ഇവിടെയാണ് കിടക്കുന്നത്. അങ്ങനെ ജാസ്മിൻ പറഞ്ഞ് അങ്ങ് റിസർവ് ചെയ്യാനാണെങ്കിൽ എങ്കിൽ പിന്നെ തിഹാർ ജയിലിൽ 2 സെല്ല് ബുക്ക് ചെയ്തിട്ടൂടെ? ഈ ജയിലിനകത്ത് ഈ ബുക്കിംഗ് പരിപാടി എന്താണ്? അങ്ങനെ സുഖവാസത്തിനാണെങ്കിൽ ജയിലിലേക്ക് അയക്കേണ്ട കാര്യമില്ല എന്നതാണ് ആദ്യത്തെ കാര്യം. ഈ ജയിൽ എന്നുള്ളത് ഒരു പണിഷ്മെന്റ് ആണെന്ന് ലാലേട്ടൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞാണ്. ഇതൊരു പണിഷ്മെന്റ് തന്നെയാണ്. അപ്പോ ജാസ്മിൻ പറയുന്ന ബുക്ക് ചെയ്ത സ്ഥലത്ത് കയറി കിടക്കണം, അവിടെ വേറെ ആരും കിടക്കരുത്, ജിൻഡപ്പന്റെ കൈ അവിടെ വരരുത്, കാലവിടെ വരരുത് എന്ന് പറഞ്ഞാൽ നടക്കില്ല. എന്തായാലും ജിൻഡപ്പനും വിട്ടുകൊടുത്തില്ല. ജിൻഡപ്പൻ പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അത് ചെയ്യുന്നത്, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും ടീം അംഗങ്ങൾ എല്ലാവരും പാതിരാത്രി 1 മണിക്ക് എണീറ്റ് വന്നു. എല്ലാവരും കൂടെ അവസാനം പ്രശ്നം സോൾവ് ചെയ്തു. പ്രശ്നം സോൾവ് ചെയ്തത് ഇവർ രണ്ടുപേരും അയഞ്ഞു കൊടുക്കില്ല എന്ന് നമുക്കറിയാം. അങ്ങനെ ക്യാപ്റ്റനായ ശ്രീതുവും പവർ ടീമിലെ ശരണ്യയും കൂടെ അകത്ത് വന്നിട്ടാണ് കുടം മാറ്റിവെക്കൽ പരിപാടിയൊക്കെ ചെയ്തിട്ട് ജിൻഡോ ഏത് രീതിയിലാണോ പറഞ്ഞത് ആ രീതിയിൽ തന്നെ കിടക്കേണ്ടി വന്നു. ജാസ്മിൻ ആക്ച്വലി ആ AC കിട്ടുന്ന ഒരു സ്പേസ് ഉണ്ട്, ആ കോർണർ ഉണ്ട്, അങ്ങോട്ട് ഒന്ന് സുഖിച്ച് കിടക്കാനായിട്ടാണ് ചെന്നത്. ജിൻഡപ്പൻ അതിന് നല്ല രീതിയിൽ അങ്ങ് പാര വെച്ചു. എന്നിട്ട് ജാസ്മിൻ പറയുന്നത് ഇവിടെ ഒരു തുള്ളി തണുപ്പേ വരുന്നുള്ളൂ എന്നാണ്. അത് ജാസ്മിൻ കള്ളം പറയാണെന്ന് നമുക്കറിയാം. ജിൻഡപ്പനും കള്ളത്തിലൊട്ടും മോശമല്ല, രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമാണ്. ജാസ്മിൻ പറയുന്ന കള്ളങ്ങൾ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല, പക്ഷെ ജിൻഡപ്പൻ്റെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ജിൻഡപ്പൻ കള്ളങ്ങൾ ഓപ്പൺലി വിളിച്ചു പറയും, കൂളായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് വിളിച്ചു പറയും. അപ്പോൾ കാണുന്നവർക്ക് എന്തായാലും മനസ്സിലാവും ഇയാൾ കള്ളം പറയുകയാണെന്ന്. അപ്പോൾ ജാസ്മിൻ ആണെങ്കിൽ പക്ഷെ അതിനെ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തൊക്കെ ആയിരിക്കും പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ജാസ്മിൻ ഇപ്പം വോട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ജാസ്മിൻ തന്നെയാണ് മുൻപന്തിയിൽ ഉള്ളത് ഇപ്പോൾ, അതിന് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ജാസ്മിനോളം വിസിബിലിറ്റി ഉള്ള മറ്റൊരു കണ്ടസ്റ്റൻസ് അവിടെ ഇല്ല. പിന്നുള്ളത് ഗബ്രിയാണ്. ഗബ്രി ജാസ്മിനും അവിടെയും ജാസ്മിനും വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. ഗബ്രിക്ക് നല്ല രീതിയിൽ ആൾറെഡി വിസിബിലിറ്റി ഉണ്ട്. ഗബ്രി തന്റെ റീച്ച് ജാസ്മിനേക്കാൾ മുകളിൽ കൂട്ടാനായിട്ടുള്ള ശ്രമങ്ങൾ, കുതന്ത്രങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഗബ്രി വിജയിക്കുമെന്ന് കരുതാം. അതിനിടെ ദിലീപ് ഏട്ടന്റെ പ്രസ് മീറ്റിൽ അദ്ദേഹം സിനിമയുടെ ഒരു ഡയലോഗ്, ഒരു ഹൂക്ക് ഡയലോഗ് പറഞ്ഞു. ആരോടെങ്കിലും ഇഷ്ടം തോന്നിയാൽ ഫിക്സ് എ ഡേറ്റ്, പ്രപ്പോസ് ആൻഡ് ഫൈനലൈസ് ദ ഡീൽ. അപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അർജുനെയാണ് ഫോക്കസ് ചെയ്തത്. സൂക്ഷം പോലെ ദിലീപ് പറഞ്ഞ കാര്യം ഏറ്റുപിടിച്ച് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയ അർജുൻ നേരെ ചെന്ന് ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഷീതുവിനോട് പ്രപ്പോസ് ചെയ്യുകയാണ് തൻ്റെതായ രീതിയിൽ. പ്രപ്പോസൽ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ലൈഫ് ലോങ് ഡീൽ ഒരെണ്ണം വെച്ചു ഷീതുവിന് മുന്നിൽ. ഷീതു അതിന് മറുപടി പറഞ്ഞിട്ടില്ല. മൗനം സമ്മതം എന്നാണല്ലോ. എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ ഉള്ളിടത്തോളം കാലം ഷീതു ഈ ലൈനിൽ തന്നെ പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള മൂഡിൽ, ഒരു റൊമാൻറ്റിക് സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ആ ഒരു മൂഡിൽ പോകാൻ സാധ്യതയുണ്ട്. കാരണം ഷീതുവിന് ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട് അവിടെ. അങ്ങനെ ഒരു മൂഡിൽ, അങ്ങനെ ഒരു ലൈനിൽ പോയിട്ട് ഇതിന് ശേഷം ഇവരുടെ റിലേഷൻഷിപ്പ് തുടരുമോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ആ റിലേഷൻഷിപ്പ് തുടരാൻ സാധ്യത ഇല്ല എന്നാണ്. കാരണം രണ്ടുപേരും അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയി, രണ്ടുപേരും അവരുടെ വർക്കുകളിൽ ബിസിയായി കഴിയുമ്പോൾ ഇത് തുടരാൻ സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷീതു അതും ചെന്നൈയിലും മറ്റോ സെറ്റിൽഡ് ആണെന്ന് തോന്നുന്നു. ഈവൻ കേരളത്തിലാണെങ്കിൽ പോലും രണ്ടുപേരും 2 സ്ഥലത്തും 2 രീതിയിലുള്ള ജോലികളുമാകുമ്പോൾ കണക്ഷൻ തുടർന്നു പോകാൻ സാധ്യത കുറവാണ്. അർജുൻ ഒരു മോഡലാണ്, ശ്രീതു സീരിയൽ ആക്ട്രസ് ആണ്. അർജുനും സീരിയൽ ആക്ടിങ്ങിലേക്ക് വന്നാൽ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കാനോ പരിപാടികളൊക്കെ തുടങ്ങിയാൽ ചിലപ്പോൾ ബന്ധം മുന്നോട്ട് പോകുമായിരിക്കാം. ഇവിടെ ഒരു അപവാദമുള്ളത് നമ്മുടെ പേളി ശ്രീനിഷ് ബന്ധമാണ്. പക്ഷെ അത് വളരെ സ്ട്രോങ് ആണെന്നുള്ള കാര്യം നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെ അറിയാമായിരുന്നു. അത് കാണുമ്പോൾ മനസ്സിലാവുമായിരുന്നു. അവിടെ ഒരു കുറച്ചുകൂടെ പ്യുവർ ആയിട്ടുള്ളൊരു പ്രണയമായിരുന്നു, പരിശുദ്ധ പ്രണയം എന്നൊക്കെ നമ്മൾ പറയുന്ന സംഭവം തന്നെയായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് നല്ല കാര്യമാണ്. അത് ഒരു കാപട്യമില്ലാത്ത ഒരു പ്രണയമായിരുന്നു എന്ന് നമ്മൾ ഇപ്പോഴാണ് കൃത്യമായിട്ടും തിരിച്ചറിയുന്നത്. കാരണം അവിടെ ആ ലൈഫും ഒക്കെ ഒരു കളർഫുൾ ആയിട്ടുള്ള ലൈഫാണ്. അങ്ങനെ കാണുമ്പോഴും നമുക്കൊരു രസമാണ്, ഒരു സന്തോഷമാണ്. അപ്പോൾ അത് കാണുമ്പോൾ സന്തോഷം ഇല്ലാത്തവരും കാണും. അവരുടെ കാര്യം നമ്മളിപ്പോൾ പറയുന്നില്ല. എന്തായാലും ശ്രീതു അർജുനുമായിട്ടുള്ള പ്രണയം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക്
കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഗബ്രി ജാസ്മിൻ ടീമിനെ പോലെ വെറുപ്പിക്കില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇവരുടെ പ്രണയം കാണാൻ ഒരു ഭംഗി ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. കാരണം അവർക്ക് അവിടെ ഒരു കുറച്ചുകൂടെ നിഷ്കളങ്കം അല്ലെങ്കിൽ കുറച്ചുകൂടെ രസമുള്ള പ്രണയമാണ്. ഗബ്രി ജാസ്മിൻ മറ്റുള്ളവരെ കുത്തിത്തിരിപ്പുണ്ടാക്കാനും മറ്റുള്ളവർക്ക് പാരവയ്ക്കാനും വേണ്ടി തുടങ്ങിയ പ്രണയമാണ് എന്നത് തന്നെയാണ് അവിടെ ഡ്രോബാക്ക് അല്ലെങ്കിൽ അവിടെ നെഗറ്റീവ് പോയിന്റ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അവിടെ പ്രണയത്തെ കാണാൻ ഇഷ്ടവുമല്ലാത്തത്. ഇപ്പോഴും അവർ ബേസിക്കലി ഗബ്രി കളിക്കുന്നത് ആ പ്രണയം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആ കണക്ഷനെ ഉപയോഗിക്കുന്നത് തന്റെ റീച്ച് കൂട്ടാൻ വേണ്ടി മാത്രമാണ്. ഗബ്രി കുതന്ത്രങ്ങളുടെ ആശാനാണ് എന്നാണ് എനിക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നത്. എൻ്റെ ചിന്ത തെറ്റായിരിക്കാം. എന്തായാലും നമുക്കിപ്പോ ഈ ക്യാമറയിലൂടെ നമ്മുടെ ബിഗ് ബോസ് കാണിച്ചു തരുന്ന കാര്യത്തിലൂടെ അല്ലേ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റൂ. അതും ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ് ഡിഫറെന്റ് ആയിരിക്കും. എൻ്റെ പെർസ്പെക്റ്റീവ് ആയിരിക്കില്ല നിങ്ങൾക്ക്. എന്തായാലും എനിക്ക് ഗബ്രിയോട് പ്രത്യേകിച്ച് താല്പര്യം ഇതുവരെ തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഗെയിമിനോടും വലിയ താല്പര്യം തോന്നിയിട്ടില്ല. എന്നാൽ നല്ല ഗെയിമറാണ്. തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അറിയാവുന്ന കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ഗെയിമറാണ്. അപ്പോൾ ഇവരെയൊക്കെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. ഇതുവരെ കമന്റ് ഒന്നും വരുന്നില്ല. നിങ്ങളൊക്കെ കമന്റ് ചെയ്താൽ നല്ല കാര്യമായിരിക്കും. അപ്പോൾ ഇപ്പൊ 50ാമത്തെ ദിവസം 47ാമത്തെ ദിവസമായി 50ലേക്ക് അടുക്കുകയാണ്. ഇതുവരെ ഒരു ബിഗ് ബോസ് ഹൗസ് മെറ്റീരിയൽ എന്നൊരു ആളെ നമുക്കിപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ഇതുവരെ ആയിട്ടില്ല. അതല്ലെങ്കിലും എല്ലാ ബിഗ് ബോസ് എടുത്ത് നോക്കിയാലും ഒരു 50 ദിവസത്തിന് ശേഷമാണ് ഒരാൾ മുകളിലേക്ക് ഉയർന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഒരാൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ ഒരാൾ ശക്തനായ അല്ലെങ്കിൽ ശക്തിയായ കണ്ടസ്റ്റന്റ് ആണെന്ന് നമുക്ക് കൂടുതൽ തോന്നുന്നു ആ സമയത്താണ്. 50 ദിവസത്തിന് ശേഷം ആരെങ്കിലും ഒക്കെ ഉയർന്നു വരാം എന്ന് തോന്നുന്നു. സിബിൻ അങ്ങനെ ഒരു കോണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ അയാൾ എന്തിനാണ് ക്വിറ്റ് ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. അയാളുടെ ഗെയിം എന്തായിരുന്നു എന്ന് മനസ്സിലാവുന്നില്ല. ഇനി ആശുപത്രി വാസത്തിലൂടെ പുറത്തെ പബ്ലിക് സപ്പോർട്ടിന്റെ കാര്യം അറിഞ്ഞിട്ട് വീണ്ടും വന്ന് കളിക്കാനായിരുന്നിരിക്കണം അയാളുടെ പ്ലാൻ. കാരണം ഇപ്പോൾ പുറത്തിറങ്ങിയ ശേഷം എയർപോർട്ടിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്ന അനുസരിച്ച് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ബിഗ് ബോസ് തന്നെ പുറത്താക്കിയതാണ് എന്നാണ് അയാൾ പറയുന്നത്. സിബിൻ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, പക്ഷെ പുറത്തുപോയി. എന്താ പറയാൻ, ഇപ്പൊ സിജോ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്. ഇപ്പൊ ഇവരുടെയൊക്കെ ഗെയിം എങ്ങനെ പോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. കഴിഞ്ഞ സീസണിൽ അഖിൽ മാരാർ 50 ദിവസത്തിന് ശേഷമാണ് സ്ട്രോങ് ആയിട്ട് മുന്നിലേക്ക് വന്നത്. അതിനൊരു കാരണം അഖിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്, ആ സമയത്ത് അയാൾക്കൊരു അസുഖം ഡിറ്റക്ട് ചെയ്യപ്പെട്ടായിരുന്നു. ആ അസുഖം ഇത്തിരി സീരിയസ് ആയിട്ടുള്ള അസുഖമാണോ എന്ന് തെറ്റിദ്ധരിച്ചതിന് ശേഷം അയാൾ ജീവിതം യഥാർത്ഥത്തിൽ ജീവിക്കാൻ തുടങ്ങുകയായിരുന്നു. അല്ലെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. അതിനു മുമ്പ് തന്നെ അയാൾ ടോക്സിക് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അയാളുടെ സ്റ്റാൻഡ്, അയാളുടെ ഒപ്പീനിയനിൽ അയാൾ ഉറച്ചു നിൽക്കാറുണ്ടായിരുന്നു. അയാളുടെ നിലപാട് എന്താണോ അയാൾ കൃത്യമായിട്ട് പറയുമായിരുന്നു, അതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അയാൾ ഒരു കാപ്പട്യമില്ലാതെ ഒരു മുഖംമൂടി എടുത്തണിഞ്ഞ് നന്മമരം കളിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല എന്നതാണ് അഖിലിന്റെ പ്രത്യേകത. അപ്പോൾ ഈ 50 ദിവസമായപ്പോൾ അയാൾക്ക് ഒരു അസുഖം വന്നു. അയാൾ അതൊരു സീരിയസ് ഇഷ്യൂ ആണെന്ന് തെറ്റിദ്ധരിച്ചു. അതിനുശേഷം അയാൾ ജീവിതം ജീവിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ അയാൾ മത്സരത്തിൽ ശക്തമായ നിലപാടെടുക്കാൻ തുടങ്ങി, ശക്തമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എന്നാണ് അഖിൽ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നതായിട്ട് കണ്ടത്. ഇന്റർവ്യൂ ആണെന്ന് തോന്നുന്നു, അതോ അയാൾ തന്നെ ഒരു റീലോ ഒരു സോഷ്യൽ മീഡിയ ലൈവ് സ്ട്രീമിലോ മറ്റോ ആണ് ഇത് പറഞ്ഞത്. അതാണ് ജീവിതത്തിൽ നമ്മളെ ചലഞ്ച് വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് വളരെ സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ ഉണ്ട്, നമുക്ക് ഇനി ജീവിതം എത്ര ഉണ്ടെന്ന് അറിയില്ല എന്ന് വരുമ്പോഴാണ് പലരും ആക്റ്റീവ് ആവുന്ന അല്ലെങ്കിൽ തനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങുന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പലതും നേടാനാവും. തന്റെ സെക്യൂർഡ് ലൈഫിൽ ഒതുങ്ങിക്കൂടാതെ, തന്റെ ഒരു സുരക്ഷിതമായ ജീവിതമാണല്ലോ, അതിൽ ഒതുങ്ങിക്കൂടാതെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ കാലിബറിലേക്ക് അല്ലെങ്കിലും അതിന്റെ ഒരു 60-70% എത്താൻ പറ്റും. ഒരു 100% കാലിബറിലേക്ക് ആർക്കും എത്താൻ പറ്റാറില്ല. കാരണം നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കുന്നത് നമ്മുടെ തലച്ചോറ് കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഈ തലച്ചോറ് ഭയങ്കര ലോജിക്കലാണ്. തലച്ചോറ് എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും, അവിടെ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണ്, അങ്ങനെ പോയാൽ പ്രശ്നമാണ്, ഇങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും, ഇങ്ങനെയൊക്കെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്കി ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ ഭയങ്കര പേടിയാണ്. ഈ അഖിൽ മാരാറിന്റെ ഇതുമായിട്ട് ചേർത്ത് വെച്ച് ഞാൻ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ മദ്യപിച്ചതിന് ശേഷം ആൾക്കാർക്ക് ഭയങ്കര കോൺഫിഡൻസ് വരാറുണ്ട്. ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അവർക്ക് എന്തും പറയും, അവരെന്തും ചെയ്യും എന്നുള്ള ചാലഞ്ചസ് ഒക്കെ ഏറ്റെടുക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മദ്യപിച്ചതിന് ശേഷം അയാളുടെ ചിന്തകളുടെ കൺട്രോൾ ബ്രെയിനിൽ നിന്ന് ഹൃദയത്തിലേക്ക് മാറും. ബ്രെയിനിന് അയാളുടെ തീരുമാനങ്ങളിലും ചിന്തകളിലുമുള്ള കൺട്രോൾ നഷ്ടപ്പെടും, അല്ലെങ്കിൽ അതൊന്ന് ലൂസൻ ആവും. അപ്പോഴാണ് അയാളുടെ യഥാർത്ഥ ആഗ്രഹങ്ങളും യഥാർത്ഥ ശക്തിയും പുറത്തു വരുന്നത്. അല്ലെങ്കിൽ ഈ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന തലച്ചോർ ആ സമയം ലോജിക്കലായിട്ട് ചിന്തിക്കാനുള്ള ശക്തിയൊന്നും ഇല്ലാതെ മയങ്ങിക്കിടക്കുകയായിരിക്കും. അപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അതിൻ്റെ കൂടെ ഇതും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസിനെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും ഷെയർ ചെയ്യുക. താങ്ക് യു.